أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട മുഅ്മിൻ സഹോദര സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖോടുകൂടെ ഞങ്ങൾ ഒന്നുകൂടി ഈ മജ്ലിസിൽ ഇൽമുറ മജ്ലിസിൽ കൂടുകു അല്ലാഹു തൗഫീഖ് ചെയ്തു തന്നറ സർവശക്തനായ അല്ലാഹു ഈ ഒരു കൂടിച്ചേരൽ സാലിഹ അമലായിട്ട് ഞങ്ങളിൽ സ്വീകരിക്കട്ടെ. ചില വിഷയത്തോ അർത്ഥവത്തായിട്ട് അവതരിക്കുകയും കേൾക്കുന്ന വിഷയത്തോ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെ മീറിട്ട് ഞങ്ങൾക്ക് അതിರ മേൽ അമലെടുക്കുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വിഷയ റമദാൻ വന്ന് റമദാനെ ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കണം ചില വിഷയത്തിലായിട്ട് വലിയൊരു സബ്ജക്റ്റായെങ്കും എവിടെ തുടങ്ങുറോ എവിടെ ഫിനിഷാക്കണമെന്നൊക്കെ പിടുത്ത് കിട്ടിയിട്ടില്ല. ആയെങ്കും സാധ്യമുള്ളത്ര ഞാൻ ട്രൈ ആക്കറ ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈമാനും തഖ്വയും ഏറുകയുമായ ആവശ്യമായ വിഷയ ഇവിടെ പലക്കെ പറയാൻ തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ് ഞങ്ങളെല്ലാവരുടെ സേരിയതിൽ സാധാരണ ആൾമാർ ഞങ്ങളെ ആയുഷ്യത്ത് ഒരു യാറത്തെ ഭാഗ ഈ ദുനിയാവിൽ ഞങ്ങൾ കഴിഞ്ഞു പോയി. ഇന്ന് ഞങ്ങളെ മുന്നിലുള്ള ഒരു കൊറിയ അംശം മാത്ര. ഈ ആയുഷ്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് റമദാൻ മാസം കഴിഞ്ഞു പോയി. ആ എല്ലാ റമദാനിലും ഞങ്ങളെടുത്ത അമൽ എല്ലാം വന്ന് നിസ്കാര, നോമ്പ്, സകാത്ത്, ഖുർആൻ തിലാവത്ത്, ദിക്ർ, ഇങ്ങനത്തെ എല്ലാ കർമ്മത്തും ഞങ്ങൾക്ക് ആർക്കും ഗ്യാരണ്ടി ഉണ്ട അത് അള്ളാഹുടെ പക്കൽ സ്വീകാര്യ ആയതുണ്ട്. ഒന്ന്. രണ്ടാമത്, ഞങ്ങൾ ഇത്ര കഴിഞ്ഞുപോയ ആയുഷ്യത്തിൽ ഒരുപാട് തപ്പുങ്ങൾ ഞങ്ങൾ സംഭവിച്ചിട്ട് ഒരുപാട് ദോഷങ്ങളായിട്ട് ഈ എല്ലാ തപ്പുങ്ങളും ദോഷങ്ങളും അള്ളാഹു ഞങ്ങൾക്ക് മാഫാക്കി തന്നറ ചെല്ല ഒരു ഗ്യാരണ്ടി ഞങ്ങൾക്കുണ്ട. ഈ രണ്ടും ഞങ്ങൾക്ക് കൺഫേം ഇല്ല. ഞങ്ങൾ ആക്കിറ നന്മ ആക്കിറ തിന്മര തൊട്ട് ഞങ്ങൾ എല്ലാവരും ഒട്ടുക്കിരിച്ച് മടങ്ങിറ ഇസ്തിഗ്ഫാർ കേട്ട റിസൾട്ട് ഞങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ. ആയെങ്കിൽ ഞങ്ങൾ നിരാശനാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വിഷയത്തെ ബഗ്ഗെയും ഖുർആനിൽ ഞങ്ങൾക്ക് ഞങ്ങളെ മനസ്സ് തസ്ബീതാവുക സമാധാന ആക്കിറ. അതായത് സൂറത്ത് യൂസുഫിൽ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. തീർച്ചയായിട്ടും അങ്ങ മുത്തഖിങ്ങ മാത്രമല്ല സബർ ഉൾക്കൊണ്ടങ്ങ അങ്ങ നേരായിട്ടും അല്ലാഹു അങ്ങലോ അമലിലോ കിട്ടുന്ന പ്രതിഫല നഷ്ടാക്കില്ല. അതായത് ഞങ്ങൾക്ക് നന്മയോ പ്രതിഫല അല്ലാഹു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തണ്ട. അല്ലാഹു വേറെ പക്ക ഖുർആനിൽ ചെല്ല ഇന്നല്ലാഹ ലാ യദ്ലിമു വലാകിന്നഹും അൻഫുസഹും യദ്ലിമൂൻ. അല്ലാഹു ആരട്ടും അക്രമാക്കില്ല. ഞങ്ങളെ സ്വന്തത്തെ നഫ്സിന്റെ മേൽ അക്രമാക്കാണ്ട് അല്ലാഹു ചെല്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ആയിരുന്നോ ഞങ്ങൾക്ക് അമലിലോ ഞങ്ങൾ ആ നല്ല പ്രതീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് നിങ്ങൾക്ക് തണ്ട. അത് ഇവിടെ നഷ്ടമായി പോണില്ല. ഞങ്ങൾക്ക് അതിൽ ഡൗട്ട് ഇക്കുകയില്ല തീര. അതേപോലെ ഞങ്ങൾക്ക് ദോഷത്തെ ಬಗ್ಗೆ ആരെങ്കിലും തപ്പു മനുഷ്യ സഹജ ചെറിയതാ വലിയതാ തപ്പു മനുഷ്യ ആയിപ്പോണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്ര കുല്ലു ഇബ്നു ആദം അൽ ഖത്താ അൽ ഖൈർ അൽ ഖത്താ തവ്വാബൂൻ അഥവാ തായിബൂൻ. മനുഷ്യന്മാരിൽ വെച്ചിട്ട് അഥവാ ആദമറ മക്കളിൽ വെച്ചിട്ട് എല്ലാവരും തപ്പാക്കറങ്ങ. ആ തപ്പാക്കുന്നതിൽ ഖൈറായങ്ങ
തൗബ ചെയ്തിട്ട് മടങ്ങുന്നത്. അതിനർത്ഥം എന്തോ ഞങ്ങ മലക്കുങ്ങൾ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടങ്ങ ഞങ്ങൾക്ക് രണ്ട് ചോയ്സ് തന്നറ, നല്ലതാക്കുന്നത് ಬೆಳಕಾക്കുന്നത്. ഞങ്ങ അച്ചാനക് ബൈ മിസ്റ്റേക്ക് ഞങ്ങളുടെ കയ്യിൽ യാരെ കൂടി സംഭവിക്കുക സാധ്യമുണ്ട്, സംഭവിച്ചത്. അപ്പൊ അതിക്ക് ഞങ്ങൾ നിരാശ ആവുന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അസ്സുമർ ഞങ്ങൾക്ക് ചൊല്ല 53-ാമത്തെ ആയത്തിൽ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ചെല്ലൊരു നബിയെ, അങ്ങനെ സ്വന്തത്തെ മേലിൽ അക്രമ ആക്കിയങ്ങളെ മേ ഒട്ടുകു നിങ്ങൾ ചെല്ലൊരു നബിയെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശായിരണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായിട്ടും അല്ലാഹു അങ്ങാക്കിയ തപ്പുറോ ടോട്ടലി വൈപ്പ് ഔട്ട് ആക്കറ, മാഫാക്കറ. അപ്പൊ എത്ര ഞങ്ങൾ തപ്പാക്കിട്ടെങ്കിലും ഞങ്ങൾ ആ ഇഖ്ലാസിന്റെ അല്ലാഹുരോട്ട് കേരിച്ച് മടങ്ങിയിട്ടെങ്കിൽ അല്ലാഹു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് മാഫാക്കറ. ഞങ്ങൾ നിരാശ ആവണിട്ടില്ല. ഞങ്ങാക്കി തപ്പുകു ഇത്തരമുള്ള തപ്പാക്കിര, ഞങ്ങൾ ഇത്തരമുള്ള ദോഷാക്കിര, ഇന്ന് ഞങ്ങൾക്ക് മാഫുണ്ട. പക്ഷെ നിരാശ ആയിട്ട് ഞങ്ങൾ നല്ലതರೋ പെറോ പോണ്ടത് ഞങ്ങൾ പെരോജിക്കോത്തിര. ഇതായിട്ട് ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മുഖേന ജണ്ട് ഞങ്ങൾക്ക് മനസ്സ് സമാധാനത്തിൽ വെന്മേ പലക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പലക്കുണ്ട്. ഇത് അതിൽ ആഞ്ഞതായ ഒരു രണ്ട് വിഷയം മാത്രം. അപ്പൊ ഇതില് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തില് ഒരു റമദാൻ ഉണ്ട്, ഹജ്ജ് ഉണ്ട്, ഇത് ഉംറ ആക്രമണ, ഇതേപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തപ്പുങ്ങ റിപ്പീറ്റ് ആയിട്ട് സാധ്യത ഉണ്ട്. ആ എല്ലാ ഞങ്ങളാക്കിയ തപ്പുറോ പ്രായശ്ചിത്തത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മാർഗങ്ങൾ വെച്ചിരവിടെ. ഉദാഹരണക്ക് ഉദു എടുക്കുന്ന സമയത്തിൽ ഞങ്ങളെ കൈ അംഗാംഗത്തിൽ ഇറങ്ങുന്നതായ തന്നി ഒലിക്കാൻ പോകുമ്പോഴത്തേക്ക് അതേപോലെ ഞങ്ങൾ ദോഷം അതിലിട്ട് നീങ്ങി പോകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഉംറത്തേക്കാരെ ഒരു ഉംറത അൽ ഉംറത്ത് ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുന്ന, ഒരു ഉംറത്ത് ഇന്നൊരു ഉംറത്തിനോടുള്ള ദോഷത്തിക്ക് അത് പരിഹാരമായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് തപ്പുറ നീക്കുക വേണ്ടി അല്ലാഹു ദോഷമുക്തിയായിട്ട് നാളെ സ്വർഗത്തിലെത്തുക വേണ്ടി ഒരുപാട് കാര്യം ഞങ്ങൾ കൂടെ വെച്ചിര കർമാത്മുഖേന. അങ്ങനത്തെ ഒരു പ്രധാനമായ കർമ്മമായിട്ട് ഞങ്ങൾ ഈ ബണ്ട തിങ്ങളിൽ പറവുകൊണ്ടത് റമദാൻ, ഷഹറു റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ആ ഷഹർക്ക് എത്തർക്കുള്ളതായ ആയുഷ്യം, ആരോഗ്യം, അതുപോലെ നോമ്പൊടിക്കുള്ള തൗഫീഖും സൽക്കർമ്മ ചെയ്യുക്കുള്ള തൗഫീഖും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ റമദാനെ കുറിച്ചിട്ട് ഖുർആൻ എന്തൊരു ചൊല്ലോ, ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ തിങ്കളായിട്ട് ഖുർആൻ ഇറങ്ങിയതായ തിങ്കൾ. ഹുദൻ ലിന്നാസി, അതിൽ ഖുർആൻ ഇറങ്ങിയിരുന്നോ മാർഗദർശനത്തിൽ വേണ്ടി മനുഷ്യന്മാർ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗദർശനത്തിൽ വെച്ചിട്ട് വ്യക്തമായതും പുറാവയുള്ളതുമായ ഒരു ഖുർആൻ ഇറക്കി തന്നറ തിങ്കൾ ഈ തിങ്കളിൽ. അതുകൊണ്ടിട്ട് എന്താക്കുക ആ തിങ്ങൾക്ക് അതിന് കൃതജ്ഞത ആയിട്ട് അല്ലാഹുക്ക് ശുക്ർ കാട്ടുക വേണ്ടി നിങ്ങൾ നോമ്പ് നോക്കറുണ്ട്. അതായിട്ട് ഈ റമദാന്റെ പ്രത്യേകത അല്ലാഹു ഞങ്ങൾക്ക് ആക്കിയതായ നന്മറോ അതിക്ക് പൂരകമായിട്ട് ഞങ്ങൾ കൃതജ്ഞ അർപ്പണ ആക്കുന്ന രീതിയിലായിട്ട് ഖുർആൻ ഈ ഷഹർ റമദാനെ ഞങ്ങൾക്ക് അല്ലാഹു എത്തുവാടി തന്നു. ഇത് ഒരു പോയിന്റ്. അപ്പൊ നോമ്പ് എന്തൊരു ഈ തിങ്കളിൽ നോമ്പ് ചെല്ലದ್ರ പ്രത്യേക എന്തൊരു നോമ്പ് ചെല്ലത് എന്തൊരു ഇത്, അതായത് സൂര്യ ഉദയത്തിന് മുന്ന് എന്തൊരു ചെല്ലത് ഫജിർ മുതൽ സൂര്യാസ്തമാനത്തോളം ഞങ്ങളോ ശാരീരിക ആഗ്രഹത്തിനായ ബേഹത്തൊരു ഫുഡ്, ഇതും ലൈംഗിക ആഗ്രഹ ഇതിനും കൺട്രോൾ ആക്കി വെച്ചിട്ട് ദഹിക്കുന്നതിനായിട്ട് നോമ്പ് ചെല്ലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചെന്നത് من لم يدع قول الزور والجهل والعمل به فليس الله حاجة في أن يدع طعامه وشرابه. ആറ് അങ്ങനെ പലക കൊണ്ടെത്തു, അതായത് ബായ് പലക ಬೆಳಕಾയ ಪಲಕ കൊണ്ടെത്തു അങ്ങലോ നാവറോ സംരക്ഷിക്കില്ലമ്മ. അങ്ങനോ വിഷയത്തിൽ അല്ലാഹുക്ക് യാതൊരു ആവശ്യമില്ല അങ്ങ് പൈച്ചിതെക്കുന്നതും അതേപോലെ അങ്ങ് തങ്ങളോ താകത്തോ കൺട്രോളാക്കി ബേക്കുന്നതും അല്ലാഹു അഗത്യമല്ല. അതിനർത്ഥം നോമ്പ് ചെന്നെങ്കിൽ വെറും പൈച്ച് ദഹിக்கிறோம் തായ്ച്ചു ദഹിക്കുന്നതുമല്ല. പിന്നെ ചില ആർക്കും തീരാത്ത കാര്യം അതിലുണ്ട്.
മാപ്പിള ബെഞ്ചമായിട്ട് ആ ടൈമിൽ ബന്ധപ്പെടുക തീരാ. ഷഹർ റമദാനിലോ അത് പ്രത്യേകതയായിട്ട് ഉഹില്ലലക്കും ലൈലത്തുൽ സിയാമി അർറഫത നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരണങ്ങ ഷഹർ റമദാന്റെ ജാവത്ത ടൈമില് നിങ്ങളെ പിന്നീട്ട് ബന്ധപ്പെടും. പോൽമനെ പാടില്ല, അതായത് നോമ്പുള്ള സ്ഥിതിയിൽ നിങ്ങൾക്ക് പാടില്ല. എന്തിന് ജാഹിലിയ കാലത്തിൽ അഥവാ ഇസ്ലാം ആദ്യകാലത്തില് സഹാബിമാര് പേടിച്ചോണ്ടിരുന്നാർ. റമദാൻ പറയുമ്പോഴത്തേക്ക് ശാരീരിക ബന്ധമായിട്ട് ചേരുന്നതിൽ അങ്ങനെ പേടിച്ചോണ്ടിരുന്ന ഇത് റമദാൻക്ക് അದ್ರ പവിത്രത്തിൽ വിരുദ്ധ ചെന്നിട്ട്. അപ്പൊ ഈ ആയത്തിറങ്ങിയിട്ട് ഇല്ല, നിങ്ങ പോൽമന ആ സൊറാക്കിരല്ല ജാവമന നിങ്ങൾക്ക് അതുകൊള്ളതായ റിസർവ് ആക്കി വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജാവമന ആ ടൈം. അപ്പൊ ഈ കാര്യം കൊണ്ടിട്ട് നോമ്പ് മുറിഞ്ഞില്ലെങ്കിൽ അത് നോമ്പുകു അതിന് പ്രായശ്ചിത്ത കൊടുക്കുകൊണ്ട് എത്ര അത് ഇൻഷാ അല്ലാഹ് ബണ്ട് ഇന്നത്തെ സബ്ജക്റ്റിൽ ബണ്ട്. അപ്പൊ കൂടെ ഞങ്ങൾ മനസ്സിലാക്കും നോമ്പ് ചെന്നിട്ടെങ്കിലും വെറും പൈസ ദയിക്കുന്നത് താഴ്ച ദയിക്കുന്നതല്ല, ഞങ്ങളെ ബായിലും ഞങ്ങളെ ശരീരത്തെ അംഗങ്ങളും അതിൽ കൺട്രോൾ ആക്കുന്നത് ഉണ്ട്. അതേപോലെ ഈ നോമ്പ് കൊണ്ടിട്ട് അള്ളാഹു എന്തൊരു ഉദ്ദേശിക്കുക, നോമ്പ് കൊണ്ടിട്ട് എന്തൊരു ഉദ്ദേശിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ല യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങളെ മേലിൽ നോമ്പ് ഫർദാക്കപ്പെട്ട് എഴുതപ്പെട്ട് ഏതുപോലെ നിങ്ങളെ മുന്നോത്തങ്ങളെ മേലിൽ എഴുതപ്പെട്ടതുപോലെ അങ്ക് ഫർലാക്കിയതുപോലെ നിങ്ങളെ മേലും എഴുതപ്പെട്ട് ഫർദാക്കിയത്. എന്തിക്ക്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളങ്ങ ആയിത്തീരോകಬೇಕು. നിങ്ങൾ തഖ്വ ഉള്ളങ്ങ ആയിത്തീരോകಬೇಕು. എന്തൊരു തഖ്വ? മനസ്സിൽ ഒരു അലർട്ട്, എപ്പം നന്നിൽ നിന്നിട്ട് എന്തെങ്കിലും ಯಾರ കൂടി ആയി പോവാ ಅಥವಾ നന്മರ ಬಗ್ಗೆ ഞങ്ങൾ കൽബുറ മായ്ച്ചാലും തിന്മര ബഗ്ಗೆയുള്ള വെറുപ്പും ഇത് രണ്ടും നടുലായിട്ടിരിക്കുന്ന ഞങ്ങളെ മനസ്സ് ಬೇನ್ಮಾಯ. ഈ ഒരു മനസ്സിರೋ ഉണ്ടാക്കിയെടുക്കറോ ഇത് വിഷയത്തിലായിട്ട് ചെല്ലോ തക്വ, അത് ഈ നോമ്പുറ കൊണ്ട് മാത്രം സാധ്യ. എന്ത് ചെന്ന് ഒരു നോമ്പുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു സൊറാക്കുമ്പോഴത്തേക്കും ഞാനിപ്പോ നോമ്പിലുള്ള ഇതാക്കി ഒരു അലർട്ട്നെസ് സിക്കറ്, ഇതിൽ കൊണ്ട് നന്റെ നോമ്പിൽ ബാത്തിലാവാം, നന്റെ നോമ്പുക്ക് തകരാറാവാം. എന്ത് ചെന്ന് ഈ നോമ്പ് ഇത്ര ഞാൻ കഷ്ട വന്നിട്ട് സച്ചിര ഇനി ഇതിക്ക് പര്യായം അവർ നോമ്പ് ഞാൻ പഠിക്കാനാവും ചെന്നൊരു അലർട്ട്നെസ് സിക്കറ്. ഈ ഒരു ജാഗ്രത മനുഷ്യർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കർമ്മ എന്തെങ്കിൽ അത് നോമ്പ് മാത്രം. മനസ്സിರೋ ആ തക്വത്തുക്ക് കൊണ്ട ഒരു കർമ്മ എന്നുണ്ടെങ്കിൽ അത് നോമ്പ് മാത്രം. ആ തക്വ ഉണ്ടാക്കിയെടുക്കുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു ഈ നോമ്പുలు എത്തുപടിത്തായിട്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ നോമ്പുക്കുള്ളതായ പ്രതിഫലം എന്തൊരു ഇത്രല്ല ഞങ്ങൾ ജാഗ്രതയില് ഞങ്ങൾ മനസ്സിರೋ ಕಂಟ್ರೋಲ್ വെച്ചിട്ടും ശരീരത്തെ ಕಂಟ್ರೋಲ್ വെച്ചിട്ടും ഞങ്ങൾ ഈ കർമ്മ ആക്കിയ ഇതുക്കുള്ള പ്രതിഫലം എന്തൊരു അല്ലാഹു സുബ്ഹാനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരു ഹദീസിൽ മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആര് ഈമാനോടുകൂടെ ഇഹ്തിസാബ് അഥവാ പ്രതിഫല അപേക്ഷയോടുകൂടെ നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു അങ്ക് പ്രതിഫല മൻസാമ ഈമാനൻ റമദാനൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അങ്ക് കഴിഞ്ഞു പോയ എല്ലാ ദോഷത്തും അല്ലാഹു മാപ്പാക്കി തന്നാണ്. നോക്കൂ അല്ലാഹു സുബ്ഹാനഹു എത്ര വലിയ ഓഫർ വെച്ചിട്ട് കഴിഞ്ഞുപോയി എത്ര ദോഷം ഞങ്ങൾ ആയുഷ്യക്ക് എത്ര കഴിഞ്ഞു 3/4 ಅಥವಾ പാതിരകാന ಮೇಲೆ ഞങ്ങൾ കഴിഞ്ഞില്ല ബൗണ്ടറി മുട്ടല്ല. ഇത്ര വർഷത്ത് ഞങ്ങൾ ദോഷ ഈ ഒരു കർമ്മ കൊണ്ടിട്ട് ആ കർമ്മ ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലാഹു മാഫാക്കി തന്നാണ് ഞങ്ങൾക്ക് ഓഫർ തന്ന. അപ്പൊ അങ്ങനത്തതായ ഒരു തിങ്കൾ ഇപ്പൊ ബറവ് പോയിട്ടുണ്ട്. അതിക്ക് മുന്നിൽ ഞങ്ങൾ പ്രിപ്പയർ ആവുന്നത് അഗത്യുണ്ട്. എന്ത് ചെന്നിട്ടെങ്കിൽ ഈ നോമ്പ് ആ ഹെലൻ റമദാൻ ഞങ്ങൾ ബാരി സമയം മൊത്തം അഡ്വർടൈസ് ഞങ്ങൾ ഇപ്പൊ കണ്ടിട്ടില്ല. എന്തൊരു റമദാന്റെ സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെ സ്വീകരിക്കുന്നു? ഞങ്ങൾ അവർക്ക് ഒരു ഗസ്റ്റ് ಬಂದಿಟ್ಟಾಗಿ നിങ്ങൾക്ക് ഇൻഫോർം ಆಗಿಟ್ಟಿಕ್கிறாർ ഇന്ന നാൾ ಬಂಡಾಗ ഇന്ന ടൈം ಬಂಡಾണ്ട് ഞങ്ങളോ സ്ഥിതി എങ്ങനെ ഇരിക്കണം? ഞങ്ങൾ അവത്തര സ്ഥിതി എങ്ങനെ ഇരിക്കും? നോർമൽ ഡഗൻ എബ്നോർമൽ ആയിട്ടിരിക്കും. ಆಗ ಕ್ಲೀನ್ ಇಲ್ಲಂಟೆ ಒಂದು ಟೈಮಲ್ಲಿ ഞങ്ങൾ ಬೇನ್ಮಾಯ സെറ്റപ്പ് ആക്കി ಬೇಕಿರೋ പെണ്ണിങ് അങ്ക് കേൾക്കണ്ട ഈ വിഷയത്തിൽ. അതേപോലെ ഞങ്ങൾ അങ്ക് ಬೇನ್ಮಾಯ വസ്തു അങ്ക് ಬೇನ್ಮಾಯ ദാവത്താക്കറോ അത് ಬೇನ್ಮಾಯ തയ്യാറ ഞങ്ങൾ ആക്കുക. അപ്പൊ ഇത് ഒരു ദുനിയാവറ ഒരു മനുഷ്യരൊട്ട് കാട്ടുന്ന കടമ അവരുണ്ട്. ഇങ്ങനെ ഉണ്ടായെങ്കിലും ഞങ്ങൾക്ക് തക്വ ഉൾക്കൊള്ളുക അല്ലാഹു പഠിപ്പാട്ടിയതായ ഒരു കർമ്മത്തോ ഉൾക്കൊള്ളുന്ന ഒരു തിങ്കൾ ಬರ್ಮಂಟಾಗಬೇಕು. ಅದ್ರ ನಂಗೆ ಹೆಂಗೆ ಸ್ವೀಕರಿಸೋಣ? ಎತ್ತರ ನಂಗೆ ತಯಾರಿ ಬೇರು ಊಡಲ್ಲ ഞങ്ങളെ ചിന്തന. ഇതിൽ പ്രഥമമായിട്ട് വേണ്ട ഞങ്ങൾ കൽബ് ശുദ്ധീകരണം തസ്കിയത്ത് ചെന്നിട്ടെങ്കിൽ കൽബുలు
ഞങ്ങളോ സാധാരണ പണ്ടതായ എല്ലാ നെഗറ്റീവ് ಅಥವಾ ನೆಗೆಟಿವ್ ಇಂಪ್ಯಾಕ್ಟ್ ಚೊಲ್ಲದು ಅಂದ್ರೆ ಎಫೆಕ್ಟಿವ್ ಆಸ್ಪೆಕ್ಟ್ ಬೇರೆ ಮಾಡಿಲ್ಲ ಶಬ್ದ ಅದ್ರ ನಂಗ ಎಡ್ತು ಬಿಡೋಣ ಪರಸ್ಪರ ಸ್ನೇಹ ಮನುಷ್ಯರ ಶುದ್ಧಿಯಾಗಿರೋದು ಮನಸ್ಸರು ನಂಗ ಫಸ್ಟ್ ಶುದ್ಧಿಯಾಗಿ ಎಡ್ತಲ್ನು ಈ ನೋವು ಬಂಡದಿಗೆ ಮುನ್ನ ഇത് ഇന്ന് ഇതിക്ക് മുന്നത് ഈ നോമ്പ് നോമ്പ് ഇപ്പൊ ഫർദ് എല്ലാം മനസ്സിലാക്കിയ ഞങ്ങ ഇതില് ഈ നോമ്പില് എക്സ്ക്യൂസ് ഞങ്ങ ആറുള്ള അല്ലാഹു നോമ്പ് പിടിക്കുന്നത് നമുക്ക് അകത്യല്ല ചെന്നോ കൂട്ടക്കാർ ഉള്ളാറ് ഒന്നും അതില് മക്കങ്ങ പിന്നെ ബുദ്ധിഭ്രമണ എന്ന ആൾമാർ ബുദ്ധി അങ്ങനെ ಮೆಂಟಲಿ ಸ್ಟೇಬಲ್ ಅಲ್ಲ ಅಥವಾ ಮಾನಸಿಕ ವ್ಯಕ್ತಿ ಚೆಲ್ಲ ಪಿರಾಂದರಂಡಿ ಚೆಲ್ಲ ಅಂಕ್ ನೋಂಬುರು ಮಾಫುಂಡು ಅಂಕ್ പിന്നെ ಅದರ ಬಿಡೋನುಂಟಿಲ್ಲ ಅದಕ್ಕೆ ಕಫಾರ ಕೊಡ್ಕೊನುಂಟಿಲ್ಲ ಪ್ರಾಯಶ್ಚಿತ್ತ ಕೊಡ್ಕೊನುಂಟಿಲ್ಲ രണ്ടാമത്തെ കാറ്റഗറി തീരാ അങ്ങ് സീക്കിലുള്ള ಬೇಸರಂಗമായിട്ട് ബാലകരോട് ഞങ്ങളെ സീക്ക് എങ്ങനെ അത് ക്യൂറിംഗ് ആവാൻ സാധ്യല്ല ಅಥವಾ അങ്ങ് ವೀಕ್ನೆಸ್ ಆയിട്ടുള്ള ಅಂಕ್ ಅವರು ಇದ್ರ പിടിച്ചോ മെയിൻറ്റെയിൻ ಆಗೋ സാധ്യ ಇಲ್ಲ താക്കത്ത് നോമ്പ് പിടിച്ച മേയാവില്ല അപ്പൊ ഡോക്ടറുടെ കൺഫർമേഷന്റെ മേലിൽ അങ്ക് നോമ്പ് പിടിക്കുന്നത് പാടില്ല ചെന്നുണ്ടെങ്കിൽ അങ്ക് നോമ്പ് എക്സ്ക്യൂസ് ഉണ്ട് മാത്ര അങ്ങ് എന്താക്കണം അങ്ക് കഫാറ ഉണ്ട് നോമ്പ് പിടിച്ചു ಬಿಡುವಾಗ ಅಂಕ ಎಪ್ಪತ್ತೂ ಸಾಧ್ಯ ಇಲ್ಲ അങ്ങനത്തെ ಕಂಡೀಷನ್ ಅಂಕ ಕಫಾರ ಅಂದ್ರೆ ಏನಂటే ಪ್ರಾಯಶ್ಚಿತ್ತ ಅಂದ್ರೆ ಏನಂటే അങ്ങ ಪ್ರತಿಯೊರು ನಾಲ್ಡ ಬದಲಿಗೆ ഒരു മിസ്കീൻക്ക് ഊണ് കൊടുക്കണം മൂന്നാമത്തത് പെൻഡിങ് എക്സ്ക്യൂസ് ഇല്ല റിലാക്സ് ഉണ്ട് അങ്ങനോ ആ ഡിസ്ചാർജ് പീരീഡ് ടൈമിൽ അങ്ങ് നോമ്പ് പിടിക്കൂ ഹറാമായിട്ടേക്ക് അതൊരു പിന്നെ നെക്സ്റ്റ് പണ്ട് റമദാനിന് മുന്നല്ലോ കവറപ്പ് ആക്കി എടുത്തോളൂ അതേപോലെ ಹುಷಾರಿಲ್ಲತನಕ ಸೀಕ್ರಂಗ್ ಅಂಗ್ಲ ರೋಗ ಏನಂటే ತಾತ್ಕಾಲಿಕ ರೋಗ ಆയിട്ടിക്ക് ಡಾಕ್ಟರ್ ಅಡ್ವೈಸ್ ഉണ്ട് ഇപ്പൊ നിങ്ങൾ നോമ്പ് പിടിക്കുന്ന അത്ര സുട്ടബിൾ അല്ല ആ ഒരു ഇದ್ರ ಕಲ್ಪನೆ ಮೇಲೆ ಅಂಕ್ ನೋಂಬು ರಿಲ್ಯಾಕ್ಸ್ ಉಂಡು ನೆಕ್ಸ್ಟ್ ಬಂಡ ವರ್ಷ നോമ്പുറ മുന്നൽ അങ്ങ് പിടിച്ചിട്ട് വീടുന്നത് പിന്നെ അഞ്ചാമത്തേത് ഒരാള് ട്രാവൽ സഫർക്ക് തയ്യാറാവും ಅಥವಾ അയാള് തെല് ഉഷാറില്ലാണ്ടുണ്ട് ಅಂಕ್ നോമ്പ് പിടിക്കുന്നത് ತೊಂದರೆಯಿಲ್ಲ നോമ്പ് പിടിക്കുന്നത് ತೊಂದರೆಯಿಲ್ಲ ബട്ട് അങ്ങ് ചോയ്സ് ഉണ്ട് അവിടെ നോമ്പ് അങ്ങ് പിടിക്കാണ്ട് സഫർ ആക്കുന്നതും ತೊಂದರೆಯಿಲ್ಲ അത് അള്ളാഹു തന്നതായ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടിരിക്കും ഏത് സൂറത്ത് അൽ ബഖറത്തിലെ അത് ബന്മ ദലീലുണ്ട് ഇപ്പൊ ഓതോക്കെ ലേറ്റ് ടൈം എടുക്കുന്നത് അത് കേട്ട് ഇതാക്കില്ല പിന്നെ ആറാമത്തെ പോയിന്റ് ഒരാൾക്ക് നോമ്പ് മിസ്സായിട്ട് ബൈ മിസ്റ്റേക്ക് എങ്ങനെ ഉറക്കില് ಅಥವಾ മറന്നു പോയിട്ട് ഈ കണ്ടീഷനിൽ നമുക്ക് നോമ്പ് എങ്ങനെ ചെന്നിട്ടെങ്കിൽ പിന്നെ പിടിച്ചു ಬಿಡೋಣ പ്രായശ്ചിത്ത കൊടുക്കുന്ന അകത്യല്ല നമുക്ക് ಅದರ കവറപ്പാക്കി അതേപോലെ ഏഴാമത്തെ പോയിന്റ് ഒരാള് ബൈ മിസ്റ്റേക്ക് ആയിട്ട് അയാൾ നോമ്പ് പറഞ്ഞു പോയിട്ട് എന്താ തിണ്ട് പോയിട്ട് കുടിച്ചു പോയിട്ട് ബൈ മിസ്റ്റേക്ക് അയാൾ നോമ്പ് ബാത്തിലാവില്ല ആ സ്ഥിതിയിൽ നോമ്പ് കണ്ടിന്യൂ ആക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സാഹിബ്മാർ ഇങ്ങനത്തെ കേസ് റിപ്പോർട്ട് ആക്കിയത് ചോദിച്ചാൽ നീ നോമ്പ് കണ്ടിന്യൂ ആക്കും അതിന് അള്ളാഹു തിന്നുപാട്ടി ಅಥವಾ അള്ളാഹു പിടിപാട്ടിയുണ്ട് അപ്പൊ ഈ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ സന്ദർഭം ഞങ്ങൾക്ക് സുറൂത്ത് നോമ്പുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ നോമ്പ് മുറിക്കുന്ന അകത്യല്ല കണ്ടിന്യൂ ആക്കണം അതേ സ്ഥിതിയിൽ എട്ടാമത്തെ പോയിന്റ് ഒരാള് ഉദ്ദേശിച്ചിത്ത ಅಥವಾ അനുദ്ദേശിച്ചിത്ത തന്റെ പെഞ്ഞയായിട്ട് ബന്ധപ്പെട്ട് നോമ്പ് പോൽമാന എന്നാൽ എന്തായിട്ട് നോമ്പ് ബാത്തിലായിട്ട് അയാൾ കഫാറ കൊടുക്കണം മാത്രമല്ല നോമ്പ് ആ നോമ്പ് പിടിക്കണം ആ മുറിഞ്ഞ നോമ്പ് ബദലു വേറൊന്നും പിടിക്കണം പിന്നെ കഫാറ പ്രായശ്ചിത്ത കൊടുക്കണം 64 നോമ്പ് എത്ര ഒരു നാളത്തെ നോമ്പ് 64 നോമ്പ് പിടിക്കണം ഇത് ചമ്മാൾക്ക് ഈ വിഷയം പിടില്ല ചമ്മത്തങ്ങ് ഈ വിഷയത്തിൽ ഗഫലത്തിലായിട്ടുള്ളവർ പിന്നെ അങ്ങനത്തെ ഒരു സന്ദർഭം അവർ കൊറടി ഇത് ಹೆಚ್ಚಿನ ಚಾನ್ಸ್ എപ്പോ ചെന്നിട്ടെങ്കിൽ പുതിയ പുതിയ മഹിളായങ്ങളിൽ ഈ ഒരു തപ്പുങ്ങ സംഭവിക്കുന്ന സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ ഇൽമുറ കുറത്തെ കൊണ്ട് ഇങ്ങനത്തെ എന്തോ ആയിപ്പോയിട്ടെങ്കിൽ അങ്ങ് എന്താക്കണം
ഒരു നാമത്തെ നോമ്പറ ബദൽ 60 നാമുൽ മുത്തതാബിയൻ എന്ന് കണ്ടിന്യൂ ഒന്നര പിറവായിട്ട് ഒന്നു ഇങ്ങനെ 60 നമ്മൾ പിടിക്കും ഒരു നാളത്തെ ബദൽ. അതല്ലെങ്കിൽ 60 ആൾക്ക് ചോറ് കൊടുക്കും മിസ്കിന്മാർക്ക്. അതല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് എന്ത് ഫസ്റ്റ് ഈത്ത് റിഖാബ്, അതായത് ദാസ്യ വിമോചനാകും. ആ ഒരു അവകാശം ഞങ്ങൾക്ക് ഇപ്പൊ ഇല്ല. ദാസ്യത്വ ആ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ ചോയ്സ് എന്ത് 60 നോമ്പ് അഥവാ 60 ആളോ മിസ്കിന് ചോറ് കൊടുക്കുന്നത്. പിന്നെ ഒരാൾക്ക് ഉറക്കില് ഡിസ്ചാർജ് ആയിട്ട് സ്വപ്നസ്കലാണ് ചെല്ലുന്നത് എന്നിട്ടായെങ്കിൽ നോമ്പ് മുറിയില്ല. അതിൽ ആ വിഷയത്തിൽ നോമ്പ് മുറിയില്ല, നോമ്പ് കണ്ടിന്യൂ ആക്കണം. ഇതിത്ര ഈ നോമ്പുറോ സംബന്ധിച്ചിട്ട് ಆರಿಗೆಲ್ಲ ಎಕ್ಸ್ಕ್ಯೂಸ್ ಉಂಟು, ರಿಲ್ಯಾಕ್ಸ್ ಉಂಟು ಉಂಟಾಯ್ತು. ಇನ್ನು ನೋಂಬರ ಬಗ್ಗೆ ನಂಗೆ ಅಂಗಂತದ ನೋಂಬು ಬಂದಿರ್ತೀಂಗಲ್ಲ ನಂಗೆ ಪ್ರಿಪರೇಷನ್ ಎಂದ್ರೆ ಬೇನುಂಟು. ಒಂದು ಕಲ್ಬುರ ಶುದ್ಧಿ, ಕಲ್ಬುರು ತಸ್ಕಿಯತ್ ನಂಗೆ ಹಾಕೋನು, ಎಲ್ಲಾ ವಿಧ ದೋಷത്തിലിന്ന് റബ്ബറൊട്ട് ನಂಗೆ ഇസ്തിഗ്ഫാർ ചെയ്യണം. റബ്ബെ ഇത്തരത്തോളം നണ്ടിട്ട് എന്തെങ്കിലും ಯಾರ കൊണ്ടിയായിട്ട് സാധ്യ ഉണ്ട് ആയിരം ആ ആയದ್ರು ನಂಗೆ ಗೊಂತಿಂದ റബ്ബറോട് മുന്നൽ വെച്ച് റബ്ബെ ഇങ്ങനത്തെ തപ്പായി പോയി അതിന് ബെൻബെണ്ണക്ക് നിമാഫ്ത ഇതുണ്ടോ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ തിങ്കൾ വന്നുകൊണ്ടുണ്ട്. അതിന് ഞാൻ സമ്പൂർണ്ണമായിട്ട് ഞാൻ മനസ്സ് തയ്യാറായിര. അതിൽ ಎಂಟ್ರಾಗು ನಿನಕ್ಕದ ತೌಫೀಕ್ ಆರೋಗ್ಯತ ചെന്നെങ്കിൽ എല്ലാവർക്കും ആയുഷ് എന്തെങ്കിലും നോമ്പുകു എത്തകൊള്ളതായ ആയുഷ് എന്തെങ്കിലും ആരോഗ്യക്കില്ല, ആരോഗ്യം എന്തെങ്കിലും തൗഫീക്കില്ല. എത്ര ആൾ നോമ്പിടിക്കുന്നത് ഗഫലത്തിലായിട്ട്. അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ആ ഒരു സീരിയസ്നെസ് വേണം. കൽബുറ ഞങ്ങൾ റെഡിയാക്കി വെക്കണം. പിന്നെ തൗബ ചെയ്ത് മടങ്ങണം. നോമ്പ് തൗബ ചെയ്യുന്നതിന്റെ ഇസ്തിഗ്ഫാർ വേറെ തൗബ വേറെ. ഇസ്തിഗ്ഫാറിൽ ഞങ്ങൾ ഒരു തപ്പാകുമ്പോ ഒരു ആയ തപ്പ റബ്ബർ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ മാപ്പ് തേടുന്നത്. തൗബ ചെന്നെങ്കിൽ ആ ഒരു ഞങ്ങൾ ഈ ഒരു ട്രാക്കറോ ഞങ്ങൾ തപ്പിട്ട് ಇನ್ನೊരു ട്രാക്ക് പോയിരാമ ആ ട്രാക്കിಗೆ പാടി ಬಂದು ಹೇಳ್ತಿರೋ രണ്ടും ಬೇರೆ ಮೇಟಿಗೆ. ಇಸ್ತಿಗ್ಫಾರ್ ಬೇರೆ ತೌಬ ಬೇರೆ. മനസ്സിലായിട്ടുണ്ട് ಬೇರೆ തൗബ ചെന്നെങ്കിൽ ഞങ്ങൾ ഒരു വേലിക്കൊണായിട്ട് ഒരു തെരുവ് ആ തെരുവ് തപ്പിത്തങ്ങ ಇನ್ನೊரு തെരുവ് ಬಂದ್ರ ನಂಗೆ ಗೊಂತೈತಿ ಈ ಪಾಯಿಂಟ್ ಎತ್ತುಂಬತ್ತು ನಂಗೆ ತೆರು ತಪ್ಪಿರಾಂಡು. ಅಪ್ಪ ಆ ತೆರವರು ನಂಗೆ ರಿಟರ್ನ್ ಒರಿಜಿನಲ್ ಟ್ರ್ಯಾಕ್ ನಂಗೆ ಬರನು. ಇದಾയിട്ട് ತೌಬ. അപ്പ തൗബ കൽബുറ ശുദ്ധീകരണം ആയിട്ട് തൗബ ആയിട്ട് മൂന്നാമത്തത് സംബന്ധങ്ങൾ ചേർക്കരുത്. കുടുംബ സംബന്ധങ്ങൾ ഞങ്ങൾ ആരോട്ടും ಯಾರ കൂടിയായിട്ട് ഞങ്ങൾക്ക് സാധ്യമുണ്ട്. ഒരാളോ പ്രവർത്തന കൊണ്ടിട്ട പലക്ക് കൊണ്ടിട്ട ഞങ്ങൾക്ക് എന്തെങ്കിലും ಯಾರ കൂടിയായിട്ട് ഞങ്ങളെ മനസ്സ് ബേജാറായിട്ടിരിക്കും അഥവാ ഞങ്ങൾ ഞങ്ങളെ മനസ്സിൽ ബേജാറാക്കിട്ടിരിക്കുക. അങ്ങോട്ടേക്ക് പോയിട്ട് മുഷാവറത്തായിട്ട് ഇത് ആക്കരുത് നല്ലത്. എന്ത് ചെയ്യുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏ ഓർത്ത തന്റെ സംബന്ധത്തെ ചേർക്കില്ലമ്മ അത്രത്തോളം അവന്റെ അമല് ബണലോകത്തേക്ക് എത്തില്ലാണ്ട് അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ചെന്നെങ്കിൽ ഈ ഒരു ഇപ്പത്തെ ഞങ്ങളെ പ്രസക്ത സന്നിവേശത്തില് ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി ಯಾರುണ്ട് മനുഷ്യന്മാരുടെ നടുവിൽ പരസ്പര സംബന്ധ ബിഗടായിട്ടുണ്ട് കൂടിയോണ്ടില്ല. ഇത് ഫ്രണ്ട് സർക്കിളിലാവട്ടെ കുടുംബത്തിലാവട്ടെ അള്ളാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഈ ഒരു നോമ്പ് ബണ്ട മുന്നോട്ട് സാധ്യന്നത്ര ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങളെ ചങ്ങായിമാരുടെ നടുവിൽ പോയി എത്തിയിട്ട് മുഷാവറത്തായിട്ട് അഥവാ ഇണ്ടത്തോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഞങ്ങളെ കോണ്ടാക്ട് ആയിട്ട് സംബന്ധങ്ങളാക്കുള്ള തൗഫീക്ക് നല്ല ഞങ്ങൾക്ക് തരട്ട്, സന്മനസ് തരട്ട്. പിന്നെ ഇന്ന് ഈ നോമ്പില് എന്തെല്ലാം നല്ല അമലുണ്ട്. അതിന് മുന്നുള്ള ഈ നോമ്പറോ ദിനചര്യ നോക്കൂ എങ്ങനെയാണ്. നോമ്പറോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് അവർ സുഹൂറിൽ നോമ്പ് ചൊല്ലത് സുഹൂറിൽ സ്റ്റാർട്ട് അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നർ തസഹറു ഫൈന്ന ഫി സുഹൂരി ബറക. നിങ്ങൾ സഹരി ആക്കോ അത്താലത്തെ ഉണറു. ഫൈന്ന ഫി സുഹൂരി ബറക. തീർച്ചയായിട്ടും സഹൂറില് ബർക്കത്തുണ്ട്. ആ ഒരു ഉണുകു ബർക്കത്തുണ്ട് അത്താലത്ത് ഉണർവ്. ചില ആൾക്ക് ആദ്യത്തെ ജാവ് ഉണ്ടിട്ട് ഉറങ്ങുന്നത് പിന്നെ അത്താലത്ത് എനിക്കില്ല അതിലെ കണ്ടിന്യൂ ആക്കരുത്. അങ്ങനെ വിചാരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. തപ്പു സ്വലം ബർക്കത്തുണ്ട് ചെന്നർ മാത്രമല്ല നോമ്പുറം അല്ലാത്ത ആ ടൈമറ് വേർപെടുത്തുന്ന ഒരു ഫുഡായിട്ടിരിക്കരുത്. എന്തും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് തണ്ണിയായും കുടിച്ചിട്ട് ഞങ്ങൾ സഹരി സ്റ്റാർട്ട് ആക്കണം. പിന്നെ ഈ സുഹൂറിന്റെ ടൈം ഫിനിഷ് ആക്കരുത്. ആ ഫജർ സ്ഥലത്ത് ബാങ്ക് കൊടുക്കുന്നതിനാണ് സാധാരണ മുന്നോളായിട്ടിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എങ്ങനെയുണ്ടെങ്കിൽ ബാങ്കറുടെ നടുവിലും സഹരിയുടെ നടുവിലും
ഒരു 5 ആയത്ത് ഓതുറത്ര ടൈം മെയിൻറ്റെയിൻ ആക്കേണ്ടി അപ്പൊ അത്ര ഗ്യാപ്പ് ഇന്ത് ഞങ്ങൾ ആദത്ത് സാധാരണ ബാങ്ക് അവരോടത്തോളം ഇത് ഒരു സുന്നത്ത് വിരുദ്ധമായ കാര്യം അത് അത്ര നല്ലല്ലാണ്ട് അതിൽ നോമ്പുಗೆ എഫക്റ്റ് ആവില്ല ആൻഡ് അത് നല്ലല്ല അവോയ്ഡ് ആക്കണമെന്നുള്ള എന്ത് ചെയ്യുന്ന ഞങ്ങളോ പ്രത്യേകത എന്തിനെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവന പ്രತಿയൊരു വിഷയത്തിൽ എങ്ങനെ എന്ത് ആദരടേക്ക് ഞങ്ങൾ മടങ്ങറങ്ങായിട്ടിരിക്കുക അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് ഇതിൽ വേണം രണ്ടാമത്തത് ഫജ്ർ സലാത്ത് ജമാഅത്തിൽ എത്തരുത് ഞങ്ങൾ അത്താളെല്ലാം ഉണര ബാങ്കാറോടത്തിൽ ആക്കറ ബാങ്കായ ഭാഗത്ത് റൂമിലെ നിസ്കരിച്ചിട്ട് ഉറങ്ങുക തപ്പു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചൊല്ലു ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത പ്രതിയൊരു നിസ്കാരം അത് സമയം ബന്ധിതമായ നിസ്കാരമായിട്ടിരിക്കും അതിന് ഒരു നിശ്ചയിക്കപ്പെട്ടതായ സമയമുണ്ട് ആ സമയത്തിൽ നിസ്കരിച്ചെങ്കിൽ മാത്രം അത് പ്രതിഫലം അല്ലെങ്കിൽ ഖദാ ചൊല്ലത് നിസ്കാരത്തിലില്ല ശരീഅത്തിൽ ഖദാ ചൊല്ലതില്ല അതാ മാത്രമേ പിന്നെ മനുഷ്യന്മാർ അങ്ങനെ സൗലത്തി ബന്മായിട്ട് കാലത്തിന് തക്ക ബന്മയെ പോലെ അത് ഒന്തിക്കാക്കേണ്ടി പോയാലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ ഖദാ ചൊല്ലേണ്ട വിഷയമില്ല പിന്നെ ബൈ മിസ്റ്റേക്ക് ഉറങ്ങിയിട്ട് പോയെങ്കിൽ അഥവാ ആരെങ്കിലും പിടിച്ചു പെടിച്ചിട്ട് അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മാത്രം എക്സ്ക്യൂസ് അല്ലാണ്ട് ആ നിസ്കാരം ലേറ്റ് ആയത് അപ്പമേ നിസ്കരിക്കൊണ്ട് എപ്പ നെനപ്പായപ്പ അഥവാ ഞങ്ങൾ ഫ്രീ ആയപ്പ അല്ലാണ്ട് നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് ബേമയെ പോലെ അത് രജിസ്റ്റർ ആക്കിക്കൊണ്ട് ഒരു അവകാശമേ ഇല്ല ഇതൊരു വിഷയം മനസ്സിലാക്കുക ഇത് ഫജ്ർ സലാത്തിന് മാത്രമല്ല പ്രതിയൊരു നിസ്കാരത്തിനും മൂന്നാമത്തേത് ഉറക്കിൽ ഞങ്ങൾ കൺട്രോൾ കൺട്രോൾ ആക്കണം നോമ്പ് അഗത്യമില്ലാത്തപ്പ ഉറങ്ങൂത്തീര അഗത്യ ഞങ്ങൾക്ക് ഉറക്കൊരു അഗത്യം എപ്പ പണ്ട് അപ്പൊ മാത്രം ഉറങ്ങണല്ലാണ്ട് നോമ്പുണ്ട് ചെന്നിട്ട് 24 ഗಂಟೆ ഉറങ്ങാദത്ത് ആക്കരുത് അത് സോമാരിത്തനം അത് ഞങ്ങൾക്ക് എന്താ ഞങ്ങളെ നോമ്പിൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുള്ളത് ആ തത്വത്തുക്കും ബാധിക്കുകയുമേ പിന്നെ ഞങ്ങളുടെ ശരീരത്തുക്കും അത് ബാധിക്കും നാലാമത്തേത് ഫ്രീ ടൈം ഉറങ്ങുക അങ്ങനെ ഫ്രീ ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ആക്കും നല്ലത് പിന്നെ ഖുർആൻ തിലാവത്ത് പ്രത്യേകിച്ചിട്ട് ഖുർആൻ ഇറങ്ങിയത് തിങ്കളുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ അതിൽ കൃതജ്ഞരായിട്ട് ഞങ്ങൾ നോമ്പ് അർപ്പണാക്കരുത് ആ നോമ്പ് കാലത്തിൽ നോമ്പുള്ള സ്ഥിതിയിൽ ഞങ്ങൾ ഖുർആൻ ഓതുന്നത് സിക്ർ തസ്ബീഹ് ആക്കരുത് ഇതെല്ലാം നല്ല കാര്യം ദുആ പ്രത്യേകിച്ച് ദുആ നോമ്പുള്ളവನು നോമ്പ് തുറക്കറൊന്നും ദ്വാരണ്ടെങ്കിൽ ആ ദുആക്ക് ഉത്തരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചിട്ട് നോമ്പ് തുറക്കറ ജസ്റ്റ് മുന്നോൽ ദ്വാരക്കറ ദ്വാര അത് ഉത്തരം കിട്ടുന്നതായ സമയമായിട്ടിരിക്കുന്നുണ്ട് അതേപോലെ ഇഫ്താർ ഫുഡ് ഇതൊരു വലിയ ടോപ്പിക് ആയിട്ടിരിക്കുന്നത് ഇഫ്താർ ഫുഡ് ലൈറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ആക്കണം എന്ത് ചെന്നതിന് പിന്നെ നമുക്ക് തറാവിലേക്ക് പോകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കൊണ്ട് ഇതിಗೆಲ್ಲ നമുക്ക് ഫുഡ് ಯಾರ ಓರಾಯ ಬರ್ತೀವಿ നമുക്ക് അത് ഞങ്ങളുടെ ശരീരത്തിൽ ബാധിക്കുന്നത് ഞങ്ങളുടെ ബ്രെയിനിൽ ബാധിക്കുന്നത് അത് നമുക്ക് ഉദാസീന ഇങ്ങനത്തെ നിശക്തി ഇങ്ങനത്തെಲ್ಲ ഇത് കാരണമാണ് അപ്പൊ ഫുഡ് ഈ വിഷയത്തിൽ പെണ്ണിനെ ಯಾರ ಜಾಗೃತಿ ಆಗணும் ಎಂದು ಚೆಂದಂటే ഞങ്ങളെ ഈ കാലത്തിൽ റമദാൻ ಬಂತಿನ ചെന്നിട്ട് ഞങ്ങൾക്ക് ನೆನಪೋறது ഫുഡ് ഫെസ്റ്റിവൽ ഇത് എല്ലാവത്തിലും ಊಟ ಉಂಟು ഞങ്ങൾ ರಾಯತ್ತು ಉಂಟು ಅದು ഒരു ಕಾಮನ್ ആയിപ്പോയി യഥാ ഭാരി ഒരു ചിന്തിക്കുന്ന വിഷയം ഭാരി ഒരു റിഫോർം ആക്കറോ ഉള്ളതായ വിഷയം ഇത് ഫുഡ് വിഷയത്തിൽ ഫുഡ് ഞങ്ങൾക്ക് ಬೇಕರ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚಂದ್ರ ನಿಂಗಲ ಬೇಕರ ഒരു ഭാഗം തിന്നರು ഒരു ഭാഗം കുടിക്കರು ഒരു ഭാഗം ಖಾಲಿ ಬೇಕರು ಎಂದಿ ತಿನ್ನೋದು ಸಾಲಿಡ್ ಕುಡಿಕೊಳ್ಳೋದು ಲಿಕ್ವಿಡ್ ಈ ಜಂಡು ಮಿಕ್ಸ್ ಆಯ್ತು ಆಂಬತ್ತು ಎಕ್ಸ್ಪೆನ್ಷನ್ ಆಂಬತ್ತು ಅವಡೆ ಪಕ್ಕ ಬೇಕು ಅದು ಕಟ್ಟಿ നിങ്ങൾ ഒരു ഭാഗം ಬೇಕರು ഒരു ഭാഗം ಖಾಲಿ ಬೇಕರು അതിക്ക് ചെന്നു ഹിക്മത്തുണ്ട് നോക്കൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയൻസ് പഠിച്ച ആളല്ല ബട്ട് അല്ലാഹുവിന്റെ വഹീയുടെ അടിസ്ഥാനത്തിൽ ചെന്നൊരു ഈ ഒരു വിഷയം ഞങ്ങൾ അത് ഫോളോ ആക്കില്ല പിന്നെ അകത്തിന്നത്ര ഞങ്ങൾ തിന്നു ആ നോമ്പ് തുറന്നിട്ടല്ലേ ചെന്നിട്ട് ഇന്ന് കിട്ടില്ലല്ലേ ചെന്നിട്ട് റാഹത്തിൽ തിന്നു ആ വിഷയമല്ല ഫുഡ് മെയിൻറ്റെയിൻ ആക്കുന്നതിൽ ഞങ്ങൾ ഭാരി പിറവില്ല അതുകൊണ്ടായിട്ട് ഞങ്ങൾക്ക് ഇല്ലാത്ത സീക്കുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഇറക്കിയത് ഞങ്ങളെ തപ്പു അല്ലാഹു സ്വർഗ്ഗ ചന്ദ്ര ഇന്നല്ലാഹ ലാ യദ്ലിമു വലാകിന്നല്ലാഹ അൻഫുസഹും യദ്ലിമൂൻ അല്ലാഹു അക്രമാക്കല്ല നിങ്ങളെ മേൽ മാത്രം അക്രമാക്കിയുള്ളൂ ഞങ്ങൾക്ക് എല്ലാ ഗൈഡൻസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നില്ല ഞങ്ങൾ ആ വിഷയത്തിൽ സീരിയസ് ആയിട്ടില്ല ഈ ഫുഡ് വിഷയത്തിൽ ഞങ്ങൾ ഭാരി നെഗ്ലിജൻസ് അതുകൊണ്ട് പെണ്ണിങ്ങൾ ജാഗ്രത ആക്കണം ഈ വിഷയത്തിൽ റമദാൻ ചെന്നിട്ട് നിങ്ങൾ ഫുഡ് വിഷയത്തിൽ ಯಾರ കോൺസെൻട്രേഷൻ ആക്കണ്ട ആനിങ്ങ മെയിൻ ആയിട്ട് എന്തെങ്കിലും മെയിൻറ്റെയിൻ ആക്കുള്ളൂ ಬೇರೆ റേഷൻ വന്നിട്ട് ರಾಸಿ ಹಸಿಟ್ಟಿರೋದಲ್ಲ റമദാൻ ಬರುம்போது ഇപ്പൊ കാണ്ടല്ലേ ഇപ്പൊ ഈ ഒരു 4-5 നാളത്തെ നോക്കണം സ്ട്രീറ്റിലുള്ള ട്രാഫിക് ജാമുകളൊക്കെ എന്തൊരു പർച്ചേസിങ് ഫുഡ് പർച്ചേസിംഗും പിന്നെ ഡ്രസ് പർച്ചേസിംഗ് മാഷാഅല്ലാഹ് നല്ല വിഷയമേ നോമ്പുറോ ടൈമിൽ ഞങ്ങൾ ആ കിട്ടുന്ന ടൈം അത് ഉപയോഗിക്കാണ്ട് നോമ്പുറോ ആ ഇബാദത്തിൽ ഏർപ്പെടുകയായിട്ട് അത് മുന്നോലെ
ಎಲ್ಲ ಪರ್ಚೇಸ್ ಹಾಕಿರ್ಬೇಕನ್ನೋಲ್ಲ. ಬಟ್ ರೇಷನ್ ವಿಷಯ ಅನ್ನಲ್ಲ. ದಾಸಿಗೆ ಒಂದು ಇಟ್ಟಂಟೆ പിന്നെ അതേപോലെ ಅಂಕ പിന്നെ ಇವಾದತ್ತಿಗೆ ಟೈಮ್ ಇಕ್ಕಿಲ್ಲ. ಇದು ಎಲ್ಲರೂ ಗೊಂತಿನ ವಿಷಯವೇ, ಜಸ್ಟ್ ಒಂದು ರಿಮೈಂಡ್ ಮಾತ್ರ. ಅಲ್ಲಾಹ್ ತೌಫೀಕ್ ತರಲಿ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചൊല്ലുന്നു, കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നോರು കുടിക്കോರು, ഇസ്രാഫ് ആക്കിരണ്ട. എത്ര റമദാനിൽ ഇസ്രാഫ് ആവരുടെ ഫുഡ്, എത്ര ഇസ്രാഫ് ആവും. അല്ലാഹു ಅದ್ರ ನಂಗೆ ಕಣಕ್ಕಿಡ್ತೇನೆ, ನಂಗೆ ಅದೇಮಿ ഞങ്ങളെ ശിക്ഷിക്കുക അതേമി. ഫുഡ് വിഷയത്തിൽ ഞങ്ങൾ കണക്കെടുത്തേ, ഞങ്ങളെ ശിക്ഷിക്കുക അതേമി. അൽഹംദുലില്ലാ ഞങ്ങൾ ജാഗ്രത ആക്കുക ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. പിന്നെ അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരു വിഷയം ചെന്നത്, ഒരു മൂമിൻ അവന്റെ കറല് ഒരു കറലിಗೆ ಬೆನ್ಮೆಟ್ಟು ತಿನ್ನುವ, ഒരു ಬ್ಯಾಟಿಗೆ ಬೆನ್ಮೆಟ್ಟು ತಿನ್ನುವ, ഒരു ಕಾಫಿರ್ 7 ಬ್ಯಾಟಿಗೆ ತಿನ್ನುವ ಅಥವಾ 7 ಕರಲಿಗೆ ತಿನ್ನುವ ಜನ್ನಿಟ್ಟು ನೋಡ್ರು. ಫುಡ್ ವಿಷಯ ತಾಕಿದ್ ನಂಗೆ. ಅದರ ಅರ್ಥ ಎಂದ್ರು, ಮೂಮಿನಾಯ ಅವನ್ ಕಂಟ್ರೋಲ್ ತಿನ್ನುವ, ಪೈಚಪ್ಪ ತಿನ್ನುವ, ಬೇಮೆ ಹತ್ರ ತಿನ್ನುವ, ಏದಿ ಪಸಿ ಅಡಕರ ಹತ್ರ ತಿನ್ನುವ, ಕನಕರಾನ ಯಾರು ತಿನ್ನಲ್ಲ. ಅಪ್ಪ ಈ ವಿಷಯത്തിൽ ഞങ്ങൾ ഫുഡ് വിഷയത്തിൽ ഭാരി ജാഗ്രത ആക്കുന്നുണ്ട്. ഈ ടൈമിൽ ഞാൻ റിമൈൻഡ് ആക്കിയിട്ടുണ്ട്. രണ്ടോട് കൂടെ നിങ്ങൾ ഇട്ടു ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരം എന്നിട്ടെങ്കിൽ ഇഷാ നിസ്കാരത്തിൽ പിന്നെ സ്റ്റാർട്ട് ആവുന്നത് നിസ്കാരമായിട്ട് ജമാഅത്തായിട്ട്. അതൊരു ടൈം ഫജർ സലാത്തിന് മുന്നോട്ടുള്ളതുണ്ട്. ഈ നിസ്കാരത്വ വിഷയത്തിൽ പലക്കവരെങ്കോ സാധാരണ ടൈം വേണം ചെന്ന് ഈ തറാവീഹ് നിസ്കാര, തഹജ്ജുദ് നിസ്കാര, ഖിയാമുൽ ലൈൽ, പിന്നെന്തോ ഖിയാമുൽ ലൈൽ ಬೇರೆಲ್ಲ പേര് ചെന്ന പേരുണ്ട് ഇതിക്ക്. ಇದೆಲ್ಲ ಒಂದೇ ಕಾಟು. ಇದೆಲ್ಲ പേര് ഒരേ നിസ്കാരത്തിക്ക്. ബട്ട് ಅದರ ರೂಪ ಚೇಂಜ್ ಆಗುತ್ತೆ, പേര് ಚೇಂಜ್ ಆವರು. നിസ്കാര ഇഷാ നിസ്കാരത്തിൽ പിന്നെ ಡೈರೆಕ್ಟ್ ಸ್ಟಾರ್ಟ್ ಆಗೋದು ತರಾವೀಹ್ ಚೊಲ್ಲು. ಆ ತರಾವೀಹ್ ಚೊಲ್ಲು ಬೇರೆ ಬರೋ ಕಾರಣ ಎಂದ್ರು, ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸುನ್ನತ್ ಆಯ್ತಿಂದು ಜಂಜೆಂಟ್ ರಕಾತ್ ನಿಸ್ಕರಿಕದ. ಸಲಾತುಲ್ ಲೈಲ್ ಮಥನಾ ಮಥನಾ, ಜಾವತ್ ನಿಸ್ಕಾರ ಜಂಜೆಂಟ್ ರಕಾತ್ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഓരോ ജൻജൻ റകാത്തിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റെസ്റ്റ് ആക്കേണ്ടത്, അഥവാ 4 റകാത്തിൽ പിന്നെ റെസ്റ്റ് ആക്കേണ്ടത്. ആ റെസ്റ്റ് ചൊല്ലുന്ന തർവീഹ്, റെസ്റ്റ് ആക്കരുത്. പിന്നെ ഖിയാമുൽ ലൈൽ ചൊല്ല പേര് എന്ത്, ജാവ് നിൽക്കുന്നത് കൊണ്ട് ജാവത്ത് നിർത്ത. ഖിയാമുൽ ലൈൽ ജാവത്ത് നിർത്ത. അതേപോലെ സലാത്തുൽ ലൈൽ ജാവത്ത് നിസ്കാരം. അപ്പൊ ಇದರ റകാത്ത് എത്ര? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരം 11 റകാത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കിയത്. ಇದು ಜಸ್ಟ್ ಇതൊരു ಇಶ್ಯೂ ವಿಷಯ, ಇದು ಸೆನ್ಸಿಟಿವ್ ವಿಷಯ. ಹಾಗೂ ಸುನ್ನತರ ಪ್ರಕಾರ ಒರಾಳ ರಕಾತ್ರ ಮೇಲೆ ನಿರ್ದಿಷ್ಟ ಆಯ್ತು ನಿಸ್ಕರಿಕ್ರೆ ಅದು 11 ರಕಾತ್. പിന്നെ ലെങ്ത്ര മേൽ നിസ്കരിക്കണമെങ്കിൽ 11 റകാത്ത് അല്ല, എനിക്ക് 3 റകാത്തും തീർക്കുക, 5 റകാത്തും തീർക്കുക, 7 തീർക്കുക, 11 തീർക്കുക, ഇങ്ങ എത്ര തീർക്കുക. അതായത് ഞാൻ ചൊല്ലുന്നുണ്ടെങ്കിൽ ഇപ്പ ചർച്ചയിലുള്ള വിഷയം എന്തുണ്ടെങ്കിൽ 20ഉം 23ഉം 11 വിഷയം. എവിടെ എത്ര നിസ്കരിക്കരെങ്കും അതെല്ലാം നടക്കുന്നു. ಯಾರೋ ಬಡಿ 1.5 ಗಂಟೆ ಇಲ್ಲ ಕರೆಕ್ಟಾ ಇತರ ಎದಗಾನ ಯಾರೋ ಕೊಂಡಿಲ್ಲ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിൽക്കും? സൂറത്തുൽ മുസമ്മിലുണ്ട്, ഖുമിൽ ലൈല യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് ഔ സിദ് അലൈഹി ഫറത്തിൽ ഖുർആന തർതീല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖും ഫഅൻസിർ, നീನು ಎನಿ ಎಚ್ಚರಿಕೆ ಕೊಡು. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ನೀನು ಜಾವ ನಿಸ್ಕರಿಲ್ಲ ತೆಲ್ಲು ಮಾತ್ರ ಬಿಡು. ಅಪ್ಪ ಎಂದಾಯ್ತು? ಮೆಜಾರಿಟಿ ಟೈಮು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಿಸ್ಕರಿಸಿದ್ದು. ಮೆಜಾರಿಟಿ ಟೈಮು ಜಾವತ್ತು ಯಾರತ್ತ ಭಾಗ ನಿಸ್ಕರಿಸಿದ್ದು, ತೆಲ್ಲು ಮಾತ್ರ ಫ್ರೀ ಆಯ್ತಿಂದು. ಅಪ್ಪ ഞങ്ങൾ സുന്നത്ത് ഞങ്ങൾ ഫോളോ ആക്കുന്നുണ്ട്. ഈ ടൈപ്പിൽ വേണ്ട ഞങ്ങൾ നിസ്കാരം. ഇപ്പൊ ചർച്ച എന്തോ റകാത്ര മാത്രം, ദൈർഘ്യത്തെ വിഷയത്തിൽ എവിടെ ചർച്ചയില്ല. ഞങ്ങൾ ചർച്ച ആക്കുന്ന വിഷയം എന്തോ ദൈർഘ്യത്തെ വിഷയത്തിൽ മാത്രമല്ല. അതേ സൂറത്തുള്ള ലാസ്റ്റിലുണ്ട്, ഇന്ന റബ്ബക അലമു, അതായത് നിന്റെ റബ്ബു കാണ്ട, നീണ്ടും നിണ്ടൊട്ടുള്ള ആൽമാറും കാണ്ട, നിങ്ങ ജാവറും 3 ഭാഗ നിൽക്കുന്നത്, 2 ഭാഗ നിൽക്കുന്നത് കാണ്ടാണ്ട്. ആ സൂറത്തുള്ള ലാസ്റ്റിലുണ്ട്, സൂറത്തുൽ മുദ്ദസ്സിർ. നമുക്ക് ആയത്തിന് അനുഭവമില്ല. അപ്പൊ ഖുർആനിൽ നമുക്ക് ദലീലുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരത്ത് ഖിയാമുൽ ലൈലിന്റെ സുന്നത്തുള്ള ರೀತಿ ಏನಂತೇಳಿ. അപ്പൊ ഈ രീതിക്ക് ഞങ്ങൾ മടങ്ങണല്ലാണ്ട് റകാತರ ಸಂಖ್ಯೆಯಲ್ಲ ಚರ್ಚೆ. ಇದು ನಂದರ ಒಪಿನಿಯನ್ சொல்றோம். இதுல டிஸ்அக்ரி இன்னும் இப்போ
ನಾನು ತಪ್ಪಿಂದಂటే ನಡೀತಿದ್ದನು ಅಥವಾ ಇದು ಚೆಲ್ಲೋ ಪಲಕ ಒಂದು ಚಿಂದಿಕರ ಪಲಕಂಟ ഇതിൽ ಯಾರ ಗವೇಷಣೆ ಹಾಕೊಂಡು ನಾನು ರಿಕ್ವೆಸ್ಟ್ ಹಾಕೊಂಡಿಲ್ಲ ഇതൊരു ചർച്ചാപരമായ വിഷയ ഫുഖഹാക്കര നടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിರೋ ഹക്കുറ ഹക്കായി മനസ്സിലാക്കുകയും അതിനെ പിൻപറ്റുകയുള്ള തൗഫീഖ് തരട്ടെ. ഇത് ഖുർആന്റെ നോമ്പ് ഒരു ഡെയിലി റുട്ടീന്റെ വിഷയം. ഇന്ന് ഈ ഖുർആനില് റമദാനില് പ്രത്യേകിച്ചതായ അമൽ കേന്ദ്രമുണ്ട്. ഒരു 5 മിനിറ്റിൽ ഞാൻ തീർക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന് നൈറ്റ് പ്രേയർ, ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഖിയാമുൽ ലൈൽ, തറാവി. ಇದರ ಬಗ್ಗೆ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚಂದ್ರ ಇದರ ಪ್ರತಿಫಲ ಮನ್ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. 6 റമദാന്റെ ജാവറോ നിണ്ടാറ നിസ്കാരത്തിൽ അങ്ക് ഗുഫിറ ലഹു എങ്ങനെ ഈമാനും വഹ്തിസാബൻ അങ്ങ് ഈമാനോട് കൂടി നിണ്ടാർ പ്രതിഫല അപേക്ഷ മേൽ നിണ്ടാർ. വെറും ഈമാനിൽ നിന്നേയാവല്ല, ഇതിക്കുള്ള റിവാർഡ് എനിക്ക് കിട്ടണു കിട്ടു ചെല്ലൊരു പ്രതിഫല ആ ഒരു അപേക്ഷയോടുകൂടെ ആ ഒരു പ്രതീക്ഷയോടുകൂടെ അങ്ങനെ നിണ്ടാർ നിസ്കാരത്തിൽ ജാവും. അങ്ങനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി അങ്ങനെ മുന്നോട്ട് കഴിഞ്ഞു പോയത് എല്ലാ ദോഷം മാപ്പായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എത്ര വലിയ ഓഫർ ഞങ്ങൾക്ക്. ഞങ്ങൾ ആ ഒരു ഈമാനിൽ ഞങ്ങൾ പക്കായിട്ട് വേണം, ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പക്കായിട്ട് വേണം. എന്നിട്ട് ഞങ്ങൾക്കത് അള്ളാഹു ഇൻഷാ അല്ലാഹ് തരട്ട് ഞങ്ങൾ പ്രയത്നിക്കും. ആ നോമ്പ് പണ്ട് മുന്നോട്ട് ಇನ್ನೊರು 4 ವಾರ ಉಂಟು ಅಥವಾ 4-5 ನಾളുಂಟು, ಅದಕ್ಕೆ ಮುಂದೆ ನಾವು ತಯಾರಾവും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ പോയിന്റ് ഖുർആൻ തിലാവത്ത്. ഖുർആൻ ഇറങ്ങിയതായ തിങ്കളായിട്ടിക്ക് ആയതുകൊണ്ട് ഖുർആൻ എത്ര ഇതാക്കും. ഇത് ഖുർആൻ എത്ര ഖതം തീർക്കുള്ള ഒരു കോമ്പറ്റീഷന്റെ തിങ്കളല്ല. ഖുർആന്റെ അർത്ഥവത്തമായിട്ട് സാവകാശമായിട്ട് ഓതുന്നതായിട്ട് അതിന് പ്രതിഫല പരിപൂർണമായിട്ട് കിട്ടോക്കു ഉള്ളതായ ഒരു അഥവാ അതല്ലെങ്കിൽ സാധാരണ എല്ലാ ആദത്തുള്ള പോലെ തിന്നൊമ്പന്തി ചെന്നിട്ട് ഖതം തീർക്കലെന്ന് ഓടുപാട്ടി അതല്ല. അത് ഖുർആന്റെ തൊട്ട് കാട്ടൊരു അതബികേടായിട്ട് തീർക്കുമേ അല്ലാഹു കാക്കട്ടെ. ഞങ്ങൾ ഒത്തക്കുല്ലാഹ് മസ്തതഅതും നിങ്ങൾക്ക് സാധ്യമെന്നത്ര നീ പേടിക്കോ. അല്ലാഹു എല്ലാവരും ഒരേ ഇതിൽ അല്ലാഹു മെഷറാക്കില്ല. അത് പിന്നൊരു വിഷയ ഇൻഷാ അല്ലാഹ് എന്നൊരു ബൽക്ക വരും. മൂന്നാമത്തത് നോമ്പ് തുറപ്പാട്ടൊരു വിഷയ. നോമ്പ് തുറപ്പാട്ടുള്ള ഒരു പുണ്യകർമ്മമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ല അജ്റഹു ഗൈറ അൻഹു ലാ യൻഖുസ് മിൻ അജ്റിൽ സായിം. ആರು ಒರ್ತರೋ ನೋಮ್ ತೊರಪಾಟಿಯನ್ನ ಅವನಿಗೂ നോമ്പിന്നാലോ 6 നോമ്പ് തുറപ്പാട്ടിയന്ന അവനുകു നോമ്പ് പിടിച്ചവന്റെ അത്തരമേ സവാബ് കിട്ടു. അവന്റെ നോമ്പ് പിടിച്ചവന്റെ സവാബിൽ എന്ത് കൊറടിയാക്കാണ്ട് അപ്പൊ അവനുകു അത്തര പ്രതിഫല കിട്ടു. നോമ്പ് തുറന്നവനു തുറപ്പാട്ടിയവനുക്കും അത്തരമേ പ്രതിഫല കിട്ടും. ഇത് എത്ര വലിയൊരു ഓഫർ. ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ രാജ്യത്തിലും ಅಥವಾ അവിടെಲ್ಲ എന്തിനാ ചെന്നിട്ട് നോമ്പ് ഞങ്ങൾ തുറപ്പാട്ടു. 6 നോമ്പ് ഇന്നങ്ങളെ നോമ്പ് തുറപ്പാട്ടു ಅಥವಾ ഇന്നങ്ങളെ നോമ്പ് തുറപ്പാട്ടു. അല്ല, മിസ്കീനുകളെ തേടിയിട്ട് ഞങ്ങൾ നോമ്പ് തുറപ്പാട്ടണം. ഞങ്ങൾ അവർക്ക് വിളിച്ചിട്ട് ഞങ്ങൾ നോമ്പ് തുറപ്പാട്ടണം. ഇന്നത്തെ കാലത്തിൽ അത് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അത് ഡിഫിക്കൽട്ട് ആയെങ്കിൽ ഞങ്ങൾ അവിടെ കുമ്പിട്ട് എത്തുപാടണം. അങ്ങനത്തെ ഒരു സ്വറ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടുണ്ട്. നോമ്പ് റംസാനിൽ അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ഞങ്ങൾക്കും അതൊരു തൗഫീഖ് തരട്ടെ. ആ ഒരു സുന്നത്ത് യഥാർത്ഥ രൂപത്തിൽ മടങ്ങുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിലും അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെന്ന് ഇതിൽ വിഷയം ചെല്ലു സുലഭ പ്രാവർത്തികമാക്കുക തെല്ല് അവർ മനസ്സ് വേണം, പിന്നെ എഫേർട്ട് വേണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുലഭമാക്കി തന്നെ. അതേപോലെ സക്കാത്ത്, 4ാമത്തെ പോയിന്റ്. സക്കാത്ത് ഞങ്ങൾക്ക് വർഷത്തിൽ എപ്പം കൊടുക്കാം. അതെങ്ക റമദാനിൽ പ്രത്യേകിച്ചിട്ട് ഒന്നുകു ഒരു കർമ്മത്തിക്ക് 10 രൂപ പിടിച്ചിട്ട് 700 പ്രതിഫലം ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസനത്തു അശ്റു ബി അശ്രി അംസാലിഹ. ഒരു ഹസനത്ത് ഒരു നന്മക്ക് 10 പ്രതിഫലം ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊറടിലത് ഇല 700 10 രൂപ പിടിച്ചിട്ട് 700 പ്രതിഫലം ഉണ്ട്. അപ്പൊ ഈ ഒരു റമദാനിലായിട്ട് യാരെ തന്നെ സക്കാത്ത് കൊടുക്കും എന്ത് ചെയ്യുന്ന പ്രതിഫലം എത്ര യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. 5ാമത്തത് ഈത്തികാഫ്. ഈത്തികാഫ് ചെന്ന് പള്ളിയിൽ ദുനിയാവറോ വേറെ എല്ലാ വിഷയത്തിൽ നിന്നും വിട്ടുനിന്നെടുത്ത് വെറും ഇബാദത്തിന് ബലമായിട്ട് തന്റെ തടിയോ റിസർവ് ആക്കി വെക്കറോ ഒരു നിശ്ചിതമായ പള്ളിയിൽ അത് 7 ടൈമിലും വർഷത്തെ 7 ടൈമിലും ആക്കാം. ഖാസായിട്ട് റമദാനിൽ ആക്കുന്നത് ഒരു സുന്നത്തായ ചെറിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന്റെ മിഡിൽ 10ലും പിന്നെ അതേപോലെ ലാസ്റ്റ് 10ലും സുന്നത്ത് ഇത് ഇഹ്തികാഫ് വെച്ചോണ്ടിരുന്നത്.
അത് പിന്നെ ദലീൽ ഖുർആനിലും ഉണ്ട് സുന്നത്തിലും ഉണ്ട്. അപ്പൊ ഈ ഒരു അവകാശ എല്ലാരും കിട്ടിയില്ലെങ്കും അത് അവകാಶ ഉള്ളങ്ങ യൂസ് ആക്കറന്നുള്ളത് ചെന്നൊരു ഭാര്യ ഒരു പുണ്യമുള്ള കാര്യം. ചെന്ന് ഇസ്ലാമില് സന്യാസി തന്നെ ಅಂಟಿಲ್ಲ. ಇಸ್ಲಾಮಲ್ಲಿ ನಂಗೆ ದುನಿಯಾವರ ಪೆಂಜೆ ಮಕ್ಕಳ ಬಿಟ್ಟು ದೂರ ಬೈದು ಕಾಡಲ್ಲಿ ತೆಚ್ಚಿಟ್ಟು ಸನ್ಯಾಸ ವ್ರತ ಹಾಕಿರೋ ಪರಿಸ್ಥಿತಿ ಇದರಲ್ಲಿಲ್ಲ, ಶರೀಯത്തിലില്ല. ബട്ട് അതിക്ക് തുല്യമായ ഒരു ഇത് ആയിട്ടേക്ക് എത്തിക്ക പള്ളിയിൽ ഞങ്ങൾ എല്ലാ ദുനിയാവറ ബന്ധത്തിൽ നിന്ന് ദൂരം നിന്നിട്ട് അള്ളാഹുവ ഇബാദത്തിൽ മാത്രം ആയിട്ടേക്കുന്നത്. പിന്നെ ലൈലത്തുൽ ഖദർ ഇതൊരു പ്രധാനമായ വിഷയമായിട്ടേക്ക്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റക മാ ലൈലത്തുൽ ഖദർ നമുക്കെല്ലാം ഗൊಂತುള്ള വിഷയം സൂറത്ത് ആയത്തും ഗൊಂತുള്ള വിഷയം. ഇതിലെന്തൊരു ചെന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഖുർആൻ ഇറക്കിയ ലൈലത്തുൽ ഖദർ ഒരു നിശ്ചിതമായ ജാവുൽ ഞങ്ങൾ ഇറക്കിയ ആ ജാവറ പ്രത്യേകത എന്തെങ്കിലും ഖൈറും മിൻ അൽഫി ഷഹർ 1000 തിങ്കളുടെ കാണാൻ അത് ഖൈറായിട്ടേക്ക് ഖുർആന്റെ പലക അള്ളാഹുടെ പലക. അപ്പൊ ഒരു 1000 തിങ്കളുടെ എത്ര എഴുന്നിട്ടെങ്കിൽ ഞങ്ങൾ ആയുഷ്യത്തെക്കാണ് മീരിത്തത് 83 വർഷ ചില്ലരാവും. ഞങ്ങളുടെ ആയുഷ്യ ചെന്നിട്ടെങ്കിൽ മബൈന എത്ര 60 70 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ രണ്ട് ഉമ്മത്തുർ ആയിഷ 60-70 വർഷത്തെ നടുവ്. അപ്പൊ ഈ ഒരു ജാവറ പ്രത്യേകത എന്തിന്റെ ഞങ്ങൾ ആയുഷ്യത്തെക്കാണ് യാറുണ്ട് അതിൽ. അങ്ങനത്തെ ഒരു ജാവ് ഈ തിങ്കളിൽ ബറവ് പോണ്ടു. അത് നോമ്പറോ ലാസ്റ്റ് 10 ബെസ സംഖ്യകൾ ഉണ്ട്. 21, 23, 25, 27, 29 വന്നിട്ട് അപ്പൊ അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കോറുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നാല് ചെന്നിട്ട് ജാവ് ചെന്ന് നിശ്ചിതമായി ചെന്നിട്ടില്ല. എന്ത് ചെന്നിട്ടെങ്കിൽ ഏതാണ് ഫിക്സഡ് ജാവ് ചെന്നിട്ടെങ്കിൽ എല്ലാവരും ആ ജാവ് മാത്രം കാത്തിരിക്കുവാറ് അതിന് നന്മ എടുക്കും. അപ്പൊ അതൊരു നിങ്ങൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇക്കാട്ട് ചെന്നിട്ട് റസൂൽ സല്ലല്ലാഹു ഹിക്മത്തോട് കൂടി അത് തിരിപ്പാടിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൊന്തിക്കുമേ ഇന്നതായ ജാവുൽ എന്നിട്ട് ഞങ്ങൾക്ക് തിരിപ്പാടിയിട്ടില്ല. അപ്പൊ ഞങ്ങളും പ്രതീക്ഷിക്കാറെന്തെങ്കിൽ ആ ലാസ്റ്റ് ദശസംഖ്യയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ ഉംറ റമദാനിൽ ഉംറ എടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നണ്ടൊട്ടുകു ഹജ്ജാക്കിയതിക്ക് സമാണ്ട്. റമദാനിൽ ഉംറ ആക്കിയെങ്കിൽ അത് നണ്ടൊട്ടുകു ഹജ്ജിക്ക് സമാണ്ട്. ഇതില് ഞങ്ങൾ അൽഹംദുലില്ലാഹ് വർഷം ഞങ്ങൾ ഈ റമദാൻ വരുമ്പോൾ ഉംറക്ക് പോയിട്ടുള്ള സുറുകെ ഞങ്ങൾ പോണ്ടത് നല്ലത്. നോമ്പുറ സ്റ്റാർട്ടിങ്ങിലെ ചെന്ന് റഷ്യ എല്ലാം കൊറോടിക്കുന്നത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ആ ടൈം യൂസ് ആക്കുന്നത് ലാസ്റ്റ് നമ്മൾ എല്ലാവരും വേണ്ട ലാസ്റ്റ് ടൈമിಗೆ. അപ്പൊ എല്ലാവരും പോയിട്ട് അവിടെ കഞ്ചസ്റ്റ് ആക്കുന്നത് കാരണം സുറൂത്തെ ടൈം യൂസ് ആക്കുന്നത് നല്ലതിട്ട് കാണും. 1 റകാഅത്ത് യാറ റമദാനിലുണ്ട യഥാർത്ഥത്തിൽ സുന്നത്ത് അങ്ങനെയില്ല. ബട്ട് അതൊരു ഒപ്പോസ് ആക്കുറെങ്കും നിർദിഷ്ടമായ അത് ഇതില്ല. ഏത് ഒപ്പോസ് ആയതുകൊണ്ട് പണ്ഡിതം പറഞ്ഞിട്ടുണ്ട് ആരും ഒപ്പോസ് ആക്കുകയില്ല. അത് ഒപ്പോസ് ക്ലിയർ ദലീൽ വേണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഉംറ മാത്രം ആക്കിയിട്ടുണ്ട്. ചെന്ന് റസൂൽക്ക് യാരും അവകാശം കിട്ടിയിട്ടില്ല. ലൈഫിൽ കിട്ടിയ അവകാശം 4 മാത്രം ആയതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നവിടെ അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുന്ന ഒരു ഉംറത്ത് ഇന്നൊരു ഉംറത്ത് നടുവിൽ ഉള്ളത് പരിഹാരമായിട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ലിമിറ്റേഷൻ റസൂൽ ചെല്ലാൻ ഇത്തരം ഉംറ ആക്കും. ഏതുപോലെ ഈ ഖിയാമുൽ ലൈലിന്റെ വിഷയത്തിൽ ചെന്ന പോലെ ഇതൊരു ഇത്ര ചർച്ചാ വിഷയമായിട്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാത്ത് നിങ്ങൾ ജാവത്തെ നിസ്കാരം ഇത്ര റകാത്ത് നിസ്കരിക്കാറുണ്ട് ചെന്നിട്ടില്ല അവിടെ. ബട്ട് സുന്നത്തൊരു അടിസ്ഥ വ്രത്ത റകാത്ത് ഇത്ര നിസ്കരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോണെന്ന് മാത്രം. പിന്നെ ഉംറയ്ക്ക് ഇത്തരം ഇതില് വിഷയ റംസാനിൽ വേണ്ടത് 4 വിഷയം ഡെയിലി റുട്ടീൻ പലക പറഞ്ഞ പിന്നെ തിങ്കളിൽ പൂർത്തി വേണ്ട വിഷയ പലക പറഞ്ഞ ടൈം മുന്തിന്ന് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെന്ന വിഷയത്തോ ഒരു സ്വാലിഹ അമലാക്കി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ട്. ആ കേട്ടതിരക്കാണ് യാರ ഞങ്ങൾക്ക് എല്ലാവർക്കും അമലാക്കു തൗഫീഖ് തരട്ട്. ചെന്നതിൽ എന്ത് യാറെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നണ്ടോ ഇൽമുറ കൊറത്തം ഇബ്ലീസർ ഷർറ് കൊണ്ടിട്ടായിട്ടിക്കറ്. എന്തെങ്കിലും നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തൗഫീഖ് ആയിട്ടിക്കറ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ആ പണ്ടതായ നോമ്പും എത്തുകൊള്ളത ആയുഷ്യം ആ ആയുഷ്യത്തിൽ നോമ്പടിക്കുള്ള തൗഫീഖും ഞങ്ങൾക്ക് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تجعل قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا تقبل منا دعاءنا وصيامنا وقيامنا